ഇത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും എനിക്ക് ജീസസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ആൻഡ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. ഞാനിനി പറയാൻ പോകുന്ന ഈ കാര്യത്തിനോട് എല്ലാവരും യോജിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇതെനിക്ക് പറയാതെ വയ്യ. ഈസ് ദിസ് ദി എൻഡ് ഓഫ് ലൂണ അറ്റ് KBFC? What's up ladies and gentlemen, welcome back to the Football Zenith. നമ്മുടെ കളി കണ്ടിട്ട് എന്തായാലും ഒരു അവിശ്വസനീയമായ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇൻട്രോയിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. നോർത്ത് ഈസ്റ്റ് ആയിട്ട് ഡ്രോ പിടിച്ചപ്പോൾ ആ ഒരു പോയിന്റിൽ എവിടേക്കോ ഒരു വിജയത്തിന്റെ തിളക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഒഡീഷ ആയിട്ടുള്ള ഈ സമനില എന്നെ ഒരുപാട് തളർത്തി. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഒരു വീഡിയോയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് സെയിം കാര്യങ്ങളിൽ വരുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലൂടെ ഗോൾ കൺസീഡ് ചെയ്യുക, ദാനിഷിന്റെയും രാഹുലിന്റെയും അത്ര നല്ലതല്ലാത്ത പെർഫോമൻസുകൾ, മിഡ്ഫീൽഡിലെ ബാലൻസ് ഇല്ലായ്മ, അതുപോലെ തന്നെ മിലോസ് കളിയുടെ അവസാനമാവുമ്പോൾ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സന്ദീപ് സിംഗ് ഫാൻസിനൊക്കെ ഇനി കുറച്ച് സന്തോഷിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഒരു കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ സന്ദീപിനെ ഒഡീഷയുടെ വിങ്ങറായ ഐസക് ഒരുപാടൊന്നും ട്രബിൾ ചെയ്തില്ല. ഇൻഫാക്ട് ഐസക് ഈ കളിയിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമേഴ്സ് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഹ്യൂഗോ മൂമിസിന്റെ പല റണ്ണുകളും സന്ദീപ് ഒരു പരിധി വരെ നല്ലോണം തന്നെ ഡീൽ ചെയ്തു. ആൻഡ് നമ്മുടെ ആദ്യത്തെ ഗോൾ പിറന്നതിൽ സന്ദീപിന്റെ പങ്ക് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഹ്യൂഗോ ബൂമൂസിനെതിരെ ഒരു നല്ല ടാക്കിളിലൂടെയാണ് ആ ഒരു മൂവ് ഡെവലപ്പ് ആയത്. ബൂമൂസിൽ നിന്നും ബോൾ വിൻ ചെയ്ത സന്ദീപ് അത് രാഹുലിലേക്ക് എത്തിക്കുകയും പ്രിതം കോട്ടാലിന്റെ ഒരു ലക്കി ടച്ചിൽ ജീസസിൽ എത്തുകയും അവിടുന്ന് നോവ അത് വലയിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യ ഗോളിൽ സന്ദീപിന്റെ പങ്ക് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയുകയില്ല. ബട്ട് ഈ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം ഞാൻ 100% കൺവിൻസ്ഡ് അല്ല. ബിക്കോസ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു നല്ല പെർഫോമൻസോ ഒരു മോശം പെർഫോമൻസോ കൊണ്ട് മാത്രം ഒരു പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പലരും ചോദിക്കും, എന്താണ് ബ്രോ രാഹുൽ KPനെ കുറിച്ച് ഒന്നും പറയാത്തതെന്ന്. രാഹുലിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാത്ത ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനും ഈ ലോകത്തിന്റെ ഒരു കോണിലും ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ട എന്ന് എനിക്ക് തോന്നിയത്. എന്നാൽ സന്ദീപിന്റെ കുറച്ച് മോശം പെർഫോമൻസുകളെ കഴിഞ്ഞ സീസൺ തൊട്ടേ ഇതുപോലെ ഒരു ഓപ്പൺ ചർച്ച നടക്കാത്തതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് മുൻപുള്ള വീഡിയോകളിൽ അത് ഹൈലൈറ്റ് ചെയ്തതും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു മത്സരം രാഹുൽ സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് തന്നെയായിരുന്നു. അത് പഴയ വീഡിയോന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ടായിരുന്ന ക്ലാരിറ്റി. പിന്നെ ഈ മാച്ചിലെ ഒരു മെയിൻ ടോക്കിംഗ് പോയിന്റ് അവസാനം സംഭവിച്ചു, ഒരു ക്ലിയർ പെനാൽറ്റി. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബിക്കോസ് ഇത് എല്ലാ വർഷവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, ISLന്റെ റെഫറിങ് ക്വാളിറ്റിയെ പറ്റി. ഇപ്പൊ സൂപ്പർ ലീഗിലേക്ക് VAR വരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. ഈ ISL ഇനി എന്നാണാവോ VAR വരുന്നത്? VAR ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫൗളിനെ കുറിച്ച് നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. അതാണ് യാഥാർത്ഥ്യം. ബിക്കോസ് റെഫറിയുടെ തീരുമാനം അന്തിമമാണ്. ഇത് തന്നെയാണ് 2 കോച്ചുമാരും കളി കഴിഞ്ഞ് പറഞ്ഞതും. ഒരു ക്ലിയർ പെനാൽറ്റി, പക്ഷേ റെഫറിയുടെ കോള് ഫൈനലാണ്. ആൻഡ് റെഫറി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. അപ്പോൾ എല്ലാ മാച്ചിലും ഡിസ്കസ് ചെയ്യുന്ന പോലെ ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന 5 പ്രശ്നങ്ങളെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഗ്യാപ്പിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഈ ക്ലബ്ബ് എന്തായാലും സോൾവ് ചെയ്തിരിക്കണം. ആദ്യത്തെ പ്രശ്നം, നമ്മുടെ ഈ മാച്ചിലെ ഏറ്റവും വലിയ പ്രോബ്ലം സച്ചിന്റെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയായിരുന്നു. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിലെ ആ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് സച്ചിന്റെ കോൺഫിഡൻസിനെ ഒരുപാട് ഒലച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. ഒഡീഷയ്ക്കെതിരെ മുർത്താദ ഫോളിന്റെ ഹെഡറിൽ നിന്ന് ഒരു നല്ല സേവ് ഒഴിച്ചാൽ സച്ചിൻ ആകെ മൊത്തം കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ആദ്യ ഗോൾ കൺസീഡ് ചെയ്തതുപോലെ തന്നെ ഇനിയും 2 ഗോൾ കൺസീഡ് ചെയ്യോ എന്ന് വരെ നമ്മൾ പേടിച്ചു. ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള മാച്ചിന് ശേഷം ഞാൻ സച്ചിന്റെ ജഡ്ജ്മെന്റിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ഒരുപാട് പുകഴ്ത്തി അടിച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 പെർഫോമൻസ് കാണുമ്പോൾ ഇതൊക്കെ കാറ്റിപ്പാറിപ്പോയ മട്ടാണ്. ഒരു ടീമിൽ ഏറ്റവും കോൺഫിഡൻസ് വേണ്ട പ്ലെയർ ഗോൾ കീപ്പറാണ്. പക്ഷെ സച്ചിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ഇത്തിരി പരിങ്ങലിലല്ലേ. കഴിഞ്ഞ സീസണിലും സച്ചിൻ ഇങ്ങനെ ഒരു റഫ് പാച്ചിലൂടെ കടന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കരകയറി വരാനുള്ള ടാലന്റ് സച്ചിനിൽ എന്തായാലും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ടീമിൽ വളരെ പൊട്ടൻഷ്യൽ ഉള്ള 2 നല്ല ബാക്കപ്പ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോംകുമാറിനെ നമ്മൾ ഡ്യൂറൻ കപ്പിൽ കണ്ടതാണ്. ആൻഡ് ആ ഒരു പെർഫോമൻസ് വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. ഇനി ISLലേക്ക് അഡാപ്റ്റ് ചെയ്യോ
എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഒരു ചെറിയ സംശയമായിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷനാണ് നോറ ഫെർണാണ്ടസ്. ആൻഡ് ഐ ഡോണ്ട് നോ വൈ നോ വൺസ് ടോക്കിംഗ് അബൌട്ട് ഹിം. നോറയുടെ കളി ഞാൻ ആക്ച്വലി ഐസോളിൽ വെച്ച് സ്റ്റേഡിയത്തിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നോറ ഈസ് എ ഗ്രേറ്റ് ഷോട്ട് സ്റ്റോപ്പർ. പിന്നെ നോറയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സച്ചിനേക്കാളും ഒരു ഡോമിനന്റ് ഫിസിക്കൽ പ്രസൻസ് ആണ് നോറ. അതുകൊണ്ട് തന്നെ സെറ്റ് പീസുകളിൽ നിന്ന് കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് ആയിട്ട് ബോൾ കളക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നോറയ്ക്ക് ഉണ്ട്. ഈ രണ്ട് ഗോൾ കീപ്പർമാരും ഒരു ചാൻസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് നമ്മുടെ ടീമിന്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട് സച്ചിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫോം തിരിച്ചു പിടിക്കാൻ ഇനിയും 1-2 അവസരങ്ങൾ കോച്ച് തീർച്ചയായിട്ടും സച്ചിന് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സച്ചിന്റെ കോൺഫിഡൻസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. ബിക്കോസ് ഇനിയും നല്ലൊരു പെർഫോമൻസ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ BFC ആയിട്ടുള്ള ആ ഒരു മാച്ചിൽ നമ്മളൊരു പുതിയ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങേണ്ടി വരും. അടുത്ത പോയിന്റ്, ഹേസസ് ഹിമനേസിന്റെ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പുള്ളിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആർക്കെങ്കിലും ഈ സ്ട്രൈക്കറിന്റെ എബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഡീഷ ആയിട്ടുള്ള ഈ മാച്ച് കഴിഞ്ഞപ്പോൾ തീർന്നിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പും ജീസസിന്റെ മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു നല്ല നമ്പർ 9 സെന്റർ ഫോർവേഡ് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഈ മാച്ചിൽ ജീസസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യ ഗോള് പറഞ്ഞപ്പോൾ തനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഷോട്ട് എടുക്കായിരുന്നെങ്കിലും അവിടെ വളരെ അൺസെൽഫിഷ് ആയിട്ട് ജീസസ് നോവയ്ക്ക് പാസ് നൽകി. ആൻഡ് ഈ ഒരു പാസിന്റെ വെയിറ്റും ടൈമിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇനി നോവയുടെ പാസിൽ ജീസസ് അടിച്ച ഗോള് സൂക്ഷിച്ചു നോക്കിയാൽ അതിലൊരു നല്ല ടച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പാസ് റൈറ്റ് ഫുട്ടിലേക്ക് മാറ്റി ബോഡി ഓപ്പൺ ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടച്ച്. ഇങ്ങനെ ചെയ്തിട്ട് ജീസസ് പുൾ ഓഫ് ചെയ്തത് ഒരു 1.5 ഫിനിഷ് ആയിരുന്നു. അമരീന്ദർ സിംഗ് അല്ല, ഈ ലോകത്തിലെ ഏത് ഗോൾ കീപ്പർ വന്നാലും ആ ഒരു ഷോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വാസ് പ്ലേസ്ഡ് പെർഫെക്റ്റ്ലി ഇൻ ദ ടോപ്പ് കോർണർ. ഇത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും എനിക്ക് ജീസസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ആൻഡ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. നോവ സദോയി ഈ സീസണിൽ ഇതുവരെ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആണ്. ആൻഡ് ഈ നോവ ജീസസ് കോംബോയിനെ കുറിച്ച് എല്ലാവരും വാ തോരാതെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ ഞാൻ 100% യോജിക്കുന്നു. ആ ഒരു കണക്ഷൻ നമുക്ക് ഒരുപാട് ഗോൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ നോവ ഡോമിനൻസ് ജീസസിന് ഒരു ചെറിയ തിരിച്ചടി ആവുമോ? നോവ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഏതൊരു സിറ്റുവേഷനിൽ നിന്നും ആംഗിളിൽ നിന്നും തന്റെ എബിലിറ്റിയിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരു പ്ലെയർ. ഈ ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് നല്ല നാച്ചുറലി കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാൻസ് അവർ തന്നെ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോവയുടെ ഈ ഒരു ക്വാളിറ്റി നമ്മളെ ഒരുപാട് മാച്ചസ് ജയിപ്പിച്ചേക്കാം. പക്ഷേ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ഓവർ ഫോക്കസ് വരികയാണെങ്കിൽ ജീസസ് എന്ന പ്രോപ്പർ നമ്പർ 9 സെന്റർ ഫോർവേഡിന്റെ ബെസ്റ്റ് ക്വാളിറ്റികൾ നമ്മൾ ചിലപ്പോൾ കാണാതെ പോകും. ഒഡീഷയ്ക്കെതിരെ 2 തവണ ജീസസ് നല്ലൊരു പൊസിഷനിലായിട്ടും നോവ അവിടെ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ജീസസ് ഈ മാച്ചിൽ ഓഫ് ദ ബോൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിന്റെ അവസാനമൊക്കെ ആയപ്പോൾ വളരെ ഡീപ്പായിട്ട് വന്ന് ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെ പോലെയാണ് പുള്ളി കളിച്ചിരുന്നത്. ഈ ജോലിയൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തെങ്കിലും ആ ബോക്സിനുള്ളിലാണ് പുള്ളിയുടെ പൊസിഷൻ. അവിടെ സപ്ലൈ കിട്ടിയാൽ ജീസസ് തുരിതുരാ ഗോൾ അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ജീസസ് ഒരുപാട് ഇറങ്ങി വന്ന് ബോൾ കളക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കാതെ അദ്ദേഹത്തിനായി ക്ലിയർ ആയിട്ട് ബോൾ സപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കാം. അങ്ങനെ ആവട്ടെ. ബിക്കോസ് നോവയും ജീസസും ഇപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക്റൂം സ്റ്റാഫിലേക്ക് ഈ വർഷം ഫ്രെഡറിക്കോ മൊറേസ് ഒരു സെറ്റ് പീസ് കോച്ചായിട്ട് വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. മൊറേസിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. ബട്ട് മോഡേൺ ഫുട്ബോളിൽ ഒരു സെറ്റ് പീസ് കോച്ചിന് കൊണ്ടുവരാവുന്ന പോസിറ്റീവ് മാറ്റങ്ങളെ നമ്മൾ പ്രീമിയർ ലീഗിലും യൂറോപ്പിലും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ വായിച്ചിരുന്നു, പണ്ട് ബ്രൂണോ ഫെർണാണ്ടസിനെയൊക്കെ സെറ്റ് പീസ് പരിശീലിപ്പിച്ച ആളാണ് ഈ മൊറേസ് എന്ന്. പക്ഷേ നമ്മുടെ റിയാലിറ്റി ഇപ്പോൾ ഇത്തിരി ശോകം തന്നെയാണ്. ഈ ടീം ഇപ്പോൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസത്തിൽ കൂടുതലെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ സെറ്റ് പീസുകളിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഇതുവരെ കാണുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് ഈ ഒരു ട്രെയിനിങ് സെഷനുകളിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമല്ലേ ഈ സെറ്റ് പീസ് ഡ്രിൽ പ്രാക്ടീസ് ഒക്കെ. ഇത്രയും നാളായിട്ടും ഒരു കോച്ചിനെ വെച്ചിട്ട് പോലും ഇതിലൊരു കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ കളിയിലെ കോർണറൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഒരു പക്ഷെ കഴിഞ്ഞ സീസണിലേക്കാളും മോശമായെന്ന് വരെ തോന്നി. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം, ഇതുവരെ ഒരു സെറ്റ് പീസിൽ നിന്നും ഒരു ടാക്ടിക്കൽ വീഴ്ച കൊണ്ട് നമ്മൾ ഗോളൊന്നും മേടിച്ചിട്ടില്ല. ബട്ട് ഇനിയും നമ്മൾ ഒരുപാട് ടീമുകളെ ഫേസ് ചെയ്യാനുണ്ട്. ആൻഡ് അറ്റാക്കിലും ഡിഫൻസിലും നമ്മുടെ സെറ്റ് പീസ് ക്വാളിറ്റി ഇംപ്രൂവ് ആയില്ലെങ്കിൽ
ഒരുപാട് പേർ ഇതിനെതിരെ ശബ്ദമുയർത്തും എന്നുള്ളതിൽ ഒരു സംശയവും. അടുത്ത പ്രശ്നം, ഇതിപ്പോ മൊത്തത്തിൽ പ്രശ്നങ്ങളായല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞാനിനി പറയാൻ പോകുന്ന ഈ കാര്യത്തിനോട് എല്ലാവരും യോജിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ ഇതെനിക്ക് പറയാതെ വയ്യ. മിക്കായൽ സ്റ്റാറയെ കുറിച്ച് നമ്മൾ എല്ലാവരും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നല്ലൊരു ടാക്ടിക്കൽ അവയർനെസ് ഉള്ള ഒരു കോച്ച് തന്നെയാണ് സ്റ്റാറെ. ഇതുകൊണ്ട് തന്നെ ഏത് പ്ലെയർ എവിടെ കളിക്കണം, എപ്പോൾ കളിക്കണം, ആര് കളിക്കണം എന്നൊക്കെ പുള്ളിക്ക് ഇത്തിരി പിടിവാശി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ദാനിഷ് ഫറൂഖിനെയോ രാഹുൽ KPയോ നോക്കിയാൽ ഇതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് നിങ്ങളുടെ കോച്ച് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടർ നല്ലോണം പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനായി തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഏതൊരു കാര്യവും അമിതമായാൽ അത് പ്രശ്നം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മാച്ചിന് വെറും 3 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ സെയിം ലൈനപ്പിൽ തന്നെ ഇറങ്ങി. മിനിമം ഒരു 2-3 ചേഞ്ച് എങ്കിലും നമ്മളിൽ പലരും എക്സ്പെക്ട് ചെയ്തെങ്കിലും അതുണ്ടായില്ല. ഇത് പ്യുവർലി ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. ബിക്കോസ് ഇതിൽ ദാനിഷിന്റെ പ്രസ്സിങ്ങും രാഹുലിന്റെ ഡിഫെൻസീവ് വർക്ക് റേറ്റും കോച്ചിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയായിരുന്നു. ആൻഡ് ഈ കളി നമ്മൾ തോക്കാത്ത സ്ഥിതിക്ക് ഈ ഒരു ഡിസിഷൻ ഒരു പരിധി വരെ എല്ലാവരും ഡിഫെൻഡ് തന്നെ ചെയ്യും. ബട്ട് നമുക്ക് കിട്ടാതെ പോയ ആ പെനാൽറ്റി ഒഴിച്ചാൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ പെർഫോമൻസ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഒഡീഷ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് പതിവിനേക്കാളും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇത്തിരി വൈകിയാണ് വന്നത്. ഈ ഒരു കാര്യത്തിൽ ലൊബേറയുടെ ഡിസിഷൻ മേക്കിംഗ് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. ബിക്കോസ് ഒഡീഷ അവരുടെ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ 50-ാം മിനിറ്റിലാണ് നടത്തുന്നത്. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ അവരുടെ രണ്ടാമത്തെ ഗോളിന് വേണ്ടി കമ്പൈൻ ചെയ്ത ഡിയേഗോ മറിസിയോയും ജെറിയെയും പിൻവലിച്ച് പുതിയ 2 പ്ലെയേഴ്സിനെ ഇറക്കി. ആൻഡ് ഇത് ഡെഫിനറ്റ്ലി ഒഡീഷയ്ക്ക് ഒരു സെക്കൻഡ് ഗിയർ നൽകിയതുപോലെയായിരുന്നു. ഈ ഒരു മാച്ചിന്റെ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം സ്റ്റാറയെ ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ആൻഡ് ഈ പറഞ്ഞ പ്ലെയേഴ്സൊക്കെ ട്രെയിനിങ്ങിൽ കാണിക്കുന്ന പെർഫോമൻസ് വെച്ചേ അദ്ദേഹത്തിന് ടീം പിക്ക് ചെയ്യാനും പറ്റുള്ളൂ. ബട്ട് നമ്മുടെ സ്ക്വാഡിലെ ബാക്കിയുള്ള പ്ലെയേഴ്സിനും എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടണം. ഇതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നിഹാൽ. കഴിഞ്ഞ സീസണിൽ ഇവിടെ ടീമിൽ പോലും കയറാൻ പറ്റാത്ത പയ്യൻ ഇപ്പൊ പഞ്ചാബിൽ പോയി കളിക്കുന്ന കളി കണ്ടില്ലേ. നമ്മുടെ സ്ക്വാഡിൽ ചിലപ്പോൾ ഒരു ജിതിൻ MS ഒരു ഫറൂഖ് ചൗധരിയോ ഒക്കെ ഒളിഞ്ഞു കിടക്കണ്ടെങ്കിലോ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തായാലും അവസരങ്ങൾ ഇനിയും കൊടുക്കണം. ഇനിയും ജിതിനെയൊക്കെ പോലെ ഒരു വലിയ ടാലന്റിനെ നമ്മുടെ സ്ക്വാഡിൽ നിന്ന് നോട്ടീസ് ചെയ്യാതെ പോകുന്ന അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആൻഡ് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ഡെഫിനറ്റ്ലി ഈ പ്ലേയേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സ്റ്റാറയ്ക്ക് ഒരു നല്ല അവസരം തന്നെയാണ്. അപ്പോൾ ഈ സ്ക്വാഡിനെ കുറച്ചുകൂടെ നല്ലോണം ഒന്ന് പഠിക്കാൻ ഈ ഒരു ബ്രേക്ക് കോച്ച് യൂസ് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയുള്ളത് ഒരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആൻഡ് ഞാൻ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്രിയൻ ലൂണയെ കുറിച്ചാണ്. ഇന്നലെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഡാനിഷിന്റെ പെർഫോമൻസിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന്റെ ഒരു കട്ട് ചെയ്ത വേർഷൻ. അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ലൂണേനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാ കമന്റും വായിക്കാറുണ്ട്, അതിന് റിപ്ലൈയും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കമന്റിന് മാത്രം ഞാൻ ഇതുവരെ റിപ്ലൈ ഇട്ടിട്ടില്ല. കാരണം ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കമന്റിൽ അദ്ദേഹം ചോദിച്ചത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈസ് ദിസ് ദി എൻഡ് ഓഫ് ലൂണ അറ്റ് KBFC? ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചു. പക്ഷേ ഇതിനുള്ള മറുപടി ഒരിക്കലുമല്ല എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം ലൂണയിലുണ്ട്. ഇത് വളരെ പ്രകടവുമാണ്. പക്ഷേ ഈ ഒരു 2 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസിൽ നിന്ന് അദ്ദേഹത്തിനെ ജഡ്ജ് ചെയ്യുന്നത് വളരെ തെറ്റല്ലേ? നമ്മുടെ ക്ലബിന് വേണ്ടി കളിച്ച ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇപ്പോഴും ലൂണ തന്നെയാണ്. ആൻഡ് ഇനിയും ഒരു 1-2 സീസൺ നമ്മുടെ ബെസ്റ്റ് പ്ലെയറായി കളിക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. ക്ലബ്ബ് ഇതുവരെ ലൂണയെ വളരെ സൂക്ഷിച്ചാണ് മാച്ചുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ സീസണിലും ലൂണയ്ക്ക് പരിക്കിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സബ്സ്ക്രൈബർ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് എനിക്ക് 100% മനസ്സിലാക്കാൻ പറ്റും. കാരണം ലൂണയുടെ ലോങ് ടേം ഫ്യൂച്ചർ ഇതുവരെ നമ്മൾ ആരും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ എ റിയാലിറ്റി. ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി യങ്ങർ. ആൻഡ് 2027 വരെയെങ്കിലും ലൂണ എവിടെയും പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. ലൂണയ്ക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം നമുക്ക് അപ്പോഴത്തേക്ക് വെക്കാം. ഫുൾ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ലൂണ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ തന്നെയായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ മാന്ത്രികൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ്, ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ യു ഹാവ് വൺ ജോബ്. ലൂണേനെ പൊന്നുപോലെ നോക്കി
പഴയ പോലെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ലൂണയുടെ ഈ ടീമിലേക്കുള്ള ഇന്റഗ്രേഷൻ ഒരു ചെറിയ തലവേദന തന്നെയാണ്. ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ചോയ്സിൽ നോയയും ജീസസും ലൂണയും എപ്പോഴും ഒരുമിച്ച് കളിക്കണം എന്ന് തന്നെയാണ്. ഈ ഒരു ഫോർമേഷനിൽ നമ്മൾ പക്ഷെ ഇറങ്ങിയാണെങ്കിൽ ഡിഫൻസിലും മിഡ്ഫീൽഡിലും നമുക്ക് ഫോറിനറെ കളിപ്പിക്കാൻ പറ്റില്ല. കോയഫോ മിലോസോ ഇവരിൽ ഒരാളെ കളിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂണ ഈ ടീമിലേക്ക് സക്സസ്ഫുള്ളി ഇന്റഗ്രേറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർമാർ അത്രയ്ക്ക് ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ നമ്മളൊരു ഓൾ ഇന്ത്യൻ ഡിഫെൻസീവ് ലൈനപ്പിൽ കളിക്കണം. ഇത് രണ്ടും വലിയ ചാലഞ്ച് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് വളരെ ക്രൂഷ്യലുമാണ്. ഇതായിരുന്നു ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ. ഇനി എന്തായാലും വലിയൊരു ബ്രേക്ക് അല്ലേ, ഇത്രയും സമയം പ്ലേയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനാവട്ടെ എന്ന് തന്നെ വിശ്വസിക്കാം. ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ കൊൽക്കത്തയിൽ മൊഹമ്മദീൻ സ്പോർട്ടിംഗ് ആയിട്ടാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് BFC ആയിട്ടുള്ള ആ മാച്ച് ഒക്ടോബർ 25. ഇതുവരെ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാണ്ട് ISL-ലെ ബെസ്റ്റ് ടീമായിട്ട് കളിക്കുന്ന BFC. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ഡിലേ ഒക്കെ ഒഴിവാക്കി പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ജോലി തിരക്ക് കാരണം ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാ കമൻസും ലൈക്സും ഒക്കെ ഒരുപാട് വാല്യുബിൾ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക. ബൈ ഫോർ നൗ, ടേക്ക് കെയർ.